തൃശ്ശൂരിൽ നരേന്ദ്രമോദി റോഡ് ഷോയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിന് തൊട്ടരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് അദ്ദേഹം റോഡ് ഷോയിൽ ഈ വാഹനത്തിലാണ് പങ്കെടുക്കാറുള്ളത്. രാജ്യത്ത് എവിടെയാണെങ്കിലും ഈ ഒരു വാഹനത്തിലാണ് അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്യാറുള്ളത്. ഗുജറാത്തിൽ നിന്നാണ് ഈ ഒരു വാഹനം ഇവിടെ തൃശ്ശൂരിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശ്രീ രഘുനാഥ്, തൃശ്ശൂർ മണ്ഡലം പ്രസിഡന്റ്, എന്നോടൊപ്പം ചേരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത? മോദിജി ഇന്ത്യയിലെ എവിടെ റോഡ് ഷോ നടക്കുന്നെങ്കിലും ഈ വാഹനത്തിലാണ് അദ്ദേഹം റോഡ് ഷോ പങ്കെടുക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഇസുസു. ഗുജറാത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയത്. ഇപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ടീമിനെയാണ് നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചെയ്യുന്ന ആളുകൾ കുറവായ കാരണം നമ്മൾ പെട്ടെന്ന് നടത്തേണ്ടി കൊണ്ടുവന്ന ഇത്തരം ഫ്ലവേഴ്സ് ബാംഗ്ലൂരിൽ നിന്ന് വരേണ്ടതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വരുത്തി വളരെ ഗംഭീരമാക്കി വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ മോദിയുടെ എല്ലാത്തിനും ഒരു യുണീക്ക് സ്റ്റൈലാണല്ലോ, അതുകൊണ്ടാണോ ഈ ഒരു വാഹനം തന്നെ അദ്ദേഹം പ്രിയപ്പെട്ടത് എല്ലായിടത്തും? അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു യുണീക്ക് എല്ലാം കീപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വാഹനം അദ്ദേഹത്തിന്റെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത്, രാശിയുള്ള വാഹനമായിട്ട് കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് SPGക്ക് കൈമാറുക. ഇത് ഒരു മണിക്കൂറോടെ നമ്മൾ ഡെക്കറേഷൻ പൂർത്തിയാക്കി SPGക്ക് കൈമാറി. SPG ആണ് ഇത് നേരെ റോഡ് ഷോയ്ക്ക് കൊണ്ടുപോകുക. ഇതില് അദ്ദേഹത്തിന് പുറമെ മറ്റാരൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ അറിവിൽ മോദിജി മാത്രമാണ്. പിന്നെ PM ഓഫീസും അദ്ദേഹം തീരുമാനിച്ചാൽ അതിൽ ചിലപ്പോൾ വേറെ ആളുകളെ കയറ്റാൻ അവര് പെർമിറ്റ് ചെയ്താൽ അവർ കയറും. അതാരാണ് നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും SPG ഇതിൽ തന്നെയായിരിക്കും. ഇതിലും ഉള്ളിൽ അവരുടെ ഏറ്റവും അടുത്ത SPG റോളിലുള്ള ഓഫീസേഴ്സും ഉണ്ടായിരിക്കും. ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ വെച്ചാണ് അവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് അദ്ദേഹം കാറ് മാറിയിട്ട് ഇതിലേക്ക് കയറി നേരെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ഒരുക്കങ്ങൾ കാണുമ്പോൾ റൗണ്ടിൽ ഇപ്പോൾ തന്നെ 2 ബാരിക്കേഡ് വെച്ച് 2 വശത്ത് ആളുകൾ അണിനിരക്കാറുള്ളതെല്ലാം ഒരുക്കി കഴിഞ്ഞു. 2 ലക്ഷം പേർക്കുള്ള കസേരകൾ നിരത്തി കഴിഞ്ഞു. മുൻപൊക്കെ അമിത്ഷാ ആണെങ്കിലും മോദി ആണെങ്കിലും തൃശ്ശൂരിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു മുന്നൊരുക്കം, അല്ലെങ്കിൽ അത്രയും അധികം ഒരു ആവേശത്തോടെയുള്ള മുന്നൊരുക്കം എന്താണ് അതിന്? കഴിഞ്ഞ 9 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ, നടപ്പിലാക്കിയത് എന്നാണ് ഞാൻ പറയുന്നത്, പ്രഖ്യാപിക്കുകയല്ല, നടപ്പിലാക്കി ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അദ്ദേഹം ജനങ്ങൾക്ക് നേരിട്ടെത്തിച്ചു. പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി പോലുള്ള നേരിട്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുന്നു. നേരത്തെ ഇടനിലക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി. പ്രധാനമന്ത്രി പ്രധാനമായിട്ടും ഉജ്ജ്വല യോജന ഏറ്റവും കൂടുതൽ അദ്ദേഹം കാണുന്ന വനിതകൾക്ക് നൽകിയിട്ടുള്ള പദ്ധതികളാണ്. ഉജ്ജ്വല യോജനയാണെങ്കിലും അതുപോലെ തന്നെ സംവരണം ഏർപ്പെടുത്തിയ കാര്യത്തിലാണെങ്കിലും, സംവരണം ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യത്തെ ഒരു സമ്മേളനമാണ്, മഹിളാ സമ്മേളനമാണ് ഇന്ത്യയിൽ തൃശ്ശൂരിൽ നടക്കുന്നത്. ഇനി ഒരുപാട് നേതാക്കൾ വരാനുള്ള സാധ്യത തള്ളിക്കളയൊന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം വരും. ഇത് അദ്ദേഹത്തിന്റെ തുടക്കമാണ്, 3ാം വരവാണ്. 3ാം വരവ് ഗംഭീരമാക്കാനുള്ള ഒരുക്കമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ ബാംഗ്ലൂരിൽ നിന്നുള്ള ആളുകളാണ് ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡെക്കറേറ്റ് നമ്മുടെ സജഷൻസ് ഇങ്ങനെ വേണമെന്നോ അങ്ങനെ ഇല്ല, നമ്മളൊരു സജഷൻ കൊടുത്തു അവർക്ക്. പിന്നെ അവരുടേതായ ഒരു സ്റ്റൈലിൽ അവർ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള മോഹൻ എന്ന് പറയുന്ന ആളാണ്, അദ്ദേഹമാണ് അതിന്റെ ആള് ചെയ്യുന്ന, ഡെക്കറേറ്റ് ചെയ്യുന്ന ആള്. എല്ലാ തവണയും അദ്ദേഹം തന്നെയാണോ? അദ്ദേഹം തന്നെയാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം അല്ലേ? എല്ലാ തവണയും മോദിയുടെ വാഹനങ്ങൾ താങ്കൾ തന്നെയാണോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്? ഇത് ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ദിശയിൽ പറഞ്ഞിട്ട് ആൾ വിളിച്ചു, അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കും. എന്തൊക്കെയാണ് പ്രത്യേകത? എന്തൊക്കെ പൂക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത്? മാരിഗോൾഡ് ഫ്ലവേഴ്സ്, പിന്നെ ഹൈബ്രിഡ് ക്രിസാന്തം, റോസ്, കൽക്കത്ത ക്രിസാന്തം, കുറച്ച് ലീവ്സ്, അങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സാധാരണ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ്? ഇല്ല, ആക്ച്വലി നമുക്ക് പിക്ചർ അയച്ചിട്ടുണ്ട്, അതേപോലെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രമാത്രം എന്ത് തോന്നുന്നു? സന്തോഷം എന്ന് പറയും. എങ്ങനെയാണ് മോദി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഒരു? നല്ല സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് എവിടെ ചെയ്തിരിക്കുന്നത്? നമ്മൾ കുറേ ഈവെന്റിന് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വ്യത്യസ്തമാണല്ലേ? തന്നെ. തീർച്ചയായും എന്താണെങ്കിലും അലങ്കാരപ്പണി തുടരുകയാണ്. അല്പസമയത്തിനത് പൂർത്തിയാകും. അതിനുശേഷം SPGക്ക് ഈ വാഹനം കൈമാറും. തുടർന്ന് നമ്മൾ ഉച്ചയ്ക്ക് കാണാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൽ നരേന്ദ്രമോദി തൃശ്ശൂർ റൗണ്ടിലൂടെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സഞ്ചരിക്കുന്നതാണ്. എന്നാണെങ്കിലും തൃശ്ശൂരിൽ നരേന്ദ്രമോദിയുടെ വരവ്, മഹിളാ സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.